ഹായ് ഡിയേഴ്സ്, അപ്പം വെൽക്കം ടു ഈസ് വേൾഡ്. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് തന്നേ, അമ്മയ്ക്ക് തോരൻ വെക്കണം. താ എന്റെ അസക്കുട്ടി, അമ്മയ്ക്ക് തോരൻ വെക്കണമെന്ന്. ചുണ്ട തേച്ചോണ്ട് നടക്കുവാണോ? അമ്മയ്ക്കില്ല, അത് തികയത്തില്ല അമ്മയ്ക്ക്. ആകെ ഇച്ചിരി ബീട്രൂട്ടേ ഉള്ളത്. അതെങ്ങനെയാ? എല്ലാവർക്കും തോരന് തികയത്തില്ല അത്. ചുണ്ടൊക്കെ ചുമന്ന് തൂടുത്തതിനതേ, ചുണ്ട് ചുമന്നു, കൈ ചുമന്നു, മുഖം മൊത്തം ചുമന്നിരിക്കുക. കണ്ടോ? ഒന്ന് തന്നു. എത്ര ഉണ്ട് എസക്കുട്ടിയുടെ? 1 തന്നു അമ്മയുടെ. ഓക്കെ, ഇനി 2 തന്നു. ഓക്കെ, 3 കൊടുത്താ. 3 കൊടുത്താ. എസക്കുട്ടി മൊത്തം ചുമന്നിരിക്കുക. ഇനി എന്നാത്തിനാ? ചക്കരയല്ലേ അമ്മയുടെ? അമ്മയുടെ ചക്കരയല്ലേ? അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് തോരൻ വെക്കാനായിട്ടല്ലേ? മോന്റെ ചുണ്ടൊക്കെ ചുമന്നു ലിപ്സ്റ്റിക് ഇട്ട് നോക്കിക്കോ. അങ്ങനെ പറയാറ്. മിണ്ടുവോ? ഓക്കെ. എസക്കുട്ടി പിണങ്ങി പോയോ? സമയം 10 മണിയായി. പപ്പായും അമ്മയും കൂടെ ചങ്ങനാശ്ശേരി വരെ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടും കൂടെ പോവുകയാണ്. അപ്പം ഞാനും എസക്കുട്ടിയും എഫിക്കുട്ടനും ഉള്ളൂ. ബാക്കി എത്താനും ഏലീഷ്യ സ്കൂളിൽ പോയി. എഫിക്കുട്ടന് ചെറിയൊരു പനി, വലിയ ചൂടൊന്നുമില്ല. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ എസക്കുട്ടീനെ ഇനിയിപ്പോൾ അംഗനവാടി വിടണം. കൺമണിപ്പെണ്ണേ, അമ്മയുടെ കല്ലിപ്പെണ്ണേ, അമ്മയുടെ ചക്കരപ്പെണ്ണ് പിണക്കുവാണോ? കൈയെല്ലാം ചുമണ്ണി ഇരിക്കുന്ന കണ്ട കുട്ടിയുടെ. കളറ് തേച്ചതാണോ കയ്യില്? കയ്യിൽ എന്നെ കളറാണോ? മിണ്ടത്തില്ല അമ്മയോട്? മിണ്ടത്തില്ലേ? പിണക്കുവാണോ? നമുക്ക് പോവണ്ടേ അംഗനവാടിയില്? അംഗനവാടി പോണ്ടേ? അങ്ങനെ പറയാതെ അമ്മയ്ക്ക് സങ്കടം വരും. അമ്മ പോവാണേ. അമ്മ എനിക്ക് കറി വെച്ചിട്ട് വരാവേ. പോവാം, കുളിപ്പിക്കാം. വാ, അംഗനവാടി പോണ്ടേ? എഫിക്കൂടെ ഫോൺ എവിടെ വെച്ചേ? ഇതന്നെ ഡ്രസ്സൊക്കെ തിരിച്ചിട്ടിരിക്കുന്നെ. അയ്യോ, ഞാൻ വേഗം ഇട്ട. ബാ എസക്കുട്ടിനെ കൊണ്ടേ വിടാം. ഞാനും എഫിക്കുട്ടനും കൂടെ എസക്കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി അംഗനവാടി കൊണ്ടുപോയി വിട്ടു. കറിവേപ്പില തീർന്നു. അപ്പം കറിവേപ്പില പറിക്കാനായിട്ടുള്ള പോക്കാണ്. അവിടെ ഉണ്ട്, മുകളില. ഇനി പറിക്കണം. ഇതാണ് നമ്മുടെ പറമ്പ്. ഇനിയിപ്പോൾ എഫിക്കുട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് ബീട്രൂട്ട് തോരനാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് തോരനെ. അപ്പം ആദ്യമേ കടുക് പൊട്ടിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ബീട്രൂട്ടും സവോള, മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ജീരകം ഇത്രയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങ് വെച്ചു. ഇനിയിപ്പം ബീട്രൂട്ട് ആയി വരുന്ന സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെച്ചതേണ്ട എഫിക്കുട്ടൻ്റെ അടുക്ക പോയിരിക്കാമെന്ന് വിചാരിച്ചു. എഫിക്കുട്ടന് കുറച്ച് നോട്ട്സൊക്കെ എഴുതാനായിട്ടുണ്ട്. 2 ദിവസമായിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോമിയോ മരുന്നാണ് ഇവന് കൊടുക്കുന്നത്. ചെറിയ പനിയും ചെറിയ ചുമയൊക്കെയാണ് ഞാൻ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്. ഒത്തിരി വലിയതാവുകയാണെങ്കിൽ മാത്രമേ അലോപ്പതി കൊടുക്കാറുള്ളൂ. പിന്നെ ഇവന് ഈ കുഞ്ഞിലെ ഭയങ്കരമായിട്ട് ചുമയായിരുന്നു, ഈ അലർജി കഫ് ഉണ്ടായിരുന്നു. അപ്പം അലോപ്പതി മരുന്ന് ഒത്തിരി നാൾ കൊടുത്തു നോക്കി കേട്ടോ, പക്ഷെ ഒന്നും അത്ര അങ്ങ് പെട്ടെന്നൊന്നും പോയില്ല. കുറേ നാൾ കൊടുക്കേണ്ടി വന്നിട്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹോമിയോ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയത്. അപ്പം എല്ലാവർക്കും, ചിലവർക്കൊന്നും ഹോമിയോ പിടിക്കണമെന്നില്ല, ചിലവർക്ക് ഹോമിയോ പിടിക്കും. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനിയും ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാനായിട്ട് ചുമ്മാ ഒന്നങ്ങ് ഇട്ടു, മൂടി വെച്ചില്ല.
ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനായിട്ടുണ്ട്. വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വെയിലുണ്ട്. ഇപ്പം വെയിൽ കണ്ടിട്ടിടുന്നതാണ്. മഴ പെയ്യുമെന്നൊരു പിടുത്തവും ഇല്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയല്ലേ, നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല എപ്പം മഴ പെയ്യുമെന്ന്. അപ്പം തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വേണ്ട എഫിക്കുട്ടൻ ഓടി എത്തിയിട്ടുണ്ട്. എഫിക്കുട്ടനും വിരിച്ചിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. പൂച്ചയുടെ പുറകെ നടപ്പാണ് പരിപാടി. ഒന്ന് പൂച്ചയുടെ മാന്ത് കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തതാണ്. നമ്മൾ എത്ര പൂച്ചേനെ ഓടിച്ചു വിട്ടേലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു 5-6 പൂച്ച കാണും. ഇന്നലെ ഞാൻ തുമ്മിട്ട് പോയിട്ട തൂവാലയാണ് ഇത്, അതുകൊണ്ട് അലക്കാൻ നിൽക്കുന്നത്. നല്ല വെയിലായിരുന്നു. ഞാനപ്പോഴേക്കും തുണിയെല്ലാം നിവർത്തിയിട്ടപ്പോഴേക്കും കണ്ടോ ചെറിയ ചാറ്റൽ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ചാറ്റലുണ്ട്. നമുക്ക് നോക്കാം വെയിൽ തെളിയുമെന്ന്. ചിലപ്പം വെയിലങ്ങ് വരുവേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയല്ലേ, വെയിലാന്ന് പറഞ്ഞ് നമ്മൾ വേണ്ട തുണി നിവർത്തി ഇടുമ്പോഴേക്കും ഈ സമയം കൊണ്ട് നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും അവസാനം കേട്ടോ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് വെക്കും. പൊതുവേ അങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ നമ്മൾ ഏത് വെജിറ്റബിളാണ് വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങായും കൂടെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലോണം ഞെരട്ടിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. അല്ല, എല്ലാം കൂടെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതങ്ങ് ചേർക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനിപ്പം ഒരു മസ്കറ്റിൽ വെച്ച് ഒരു ചേച്ചി പറഞ്ഞതാണ് കൊളസ്ട്രോൾ കുറയാനായിട്ട് നല്ലതാണ്. അതായത് ആ തേങ്ങയിലെ എണ്ണ ഇറങ്ങത്തില്ലല്ലോ, അപ്പം തേങ്ങയുമായിട്ട് നമ്മൾ മീൻസ് അത് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ അത്രയും കൊളസ്ട്രോൾ വരത്തില്ല എന്ന് പറഞ്ഞു ചേച്ചി. അതിൽ എത്രയും യാഥാർത്ഥ്യമുണ്ട്, അത് കറക്റ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരുവേ മിക്കപ്പോഴും. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം ഞങ്ങളെല്ലാവരും നല്ലവണ്ണം തോരൻ കഴിക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് ഞാനല്ല, പപ്പയും അമ്മയൊക്കെ നല്ലവണ്ണം വെജിറ്റബിൾസ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ ഈ തേങ്ങ നമ്മൾ അവസാനം ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എസക്കുട്ടി രാവിലെ പാല് കുടിച്ചത് ഇച്ചിരി കുടിച്ചുള്ളൂ, ബാക്കി ഇച്ചിരി ഒരു മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇച്ചിരി ബ്രൂവും കൂടെ ചേർത്ത് ഒരു കാപ്പിയാക്കി. ഞാനൊരു കാപ്പിയും ചായയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടോ, എനിക്കിഷ്ടമാണ് കുടിക്കാൻ. പിന്നെ കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട എഫിക്കുട്ടിനെ കുറച്ച് നേരം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അൻചായനുമായിട്ട് ഇച്ചിരി നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ അവധിയല്ലേ, അപ്പോൾ ഇച്ചിരി നേരം കിന്നാരമൊക്കെ കിന്നിരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉച്ചയായി. ഞങ്ങൾക്ക് ഇനി ചോറുണ്ണാനായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ മുട്ട ബുൾസൈ ഉണ്ടാക്കി. അപ്പോൾ എഫിക്കുട്ടനും ഉണ്ടാക്കി. എഫിക്കുട്ടൻ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് അവൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണിത്. ഉണ്ടാക്കുമ്പോൾ അമ്മ എല്ലാവരും ഉണ്ടാക്കുന്നു. ഞാനൊരിക്കൽ ഒരു ഹാപ്പിയായിരുന്നു. അവിടെ പോലെ താണ്ട് അമ്മ ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ കേൾക്കുന്നില്ല, ഉറക്കെ പറ. അയ്യാ എന്റെ മനസ്സിൽ പറഞ്ഞാണോ? ആയോ? ഇല്ല, അത് നല്ലവണ്ണം ഇതായി ചുട്ട് പഴുത്തില്ല. പയ്യെ ഒഴിക്കണം. സ്ലോലി ഒഴിക്കുക. ഒറ്റ ഇതിനൊഴിക്കാതെ സ്ലോലി ആയിട്ട് ഒഴിച്ച്. ഇപ്പുറത്തെ സൈഡിലോട്ട് ഒഴിക്കാതെ അപ്പുറത്തെ സൈഡിലോട്ട് ഒഴിക്കുക. അപ്പുറത്തെ സൈഡിലോട്ട് ഒരു മുട്ട എടുത്തോളൂ. എന്നിട്ട് ഇത് ഒത്തിരി വലിയ മുട്ട പോലെ ഉണ്ടല്ലോ. അത് ഈ പാൻ്റെ സൈസാണ്. അങ്ങനെ കൂട്ടം മുട്ട ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മുട്ട ഉണ്ടാക്കുന്ന ആൾ അവിടെ ക്ലീൻ ചെയ്യണം. ഇതിന്റെ മുട്ട സാധനം ഇതാണ് എയർ ബബിൾസ്. നിങ്ങൾ ഇങ്ങനത്തെ എയർ ബബിൾസ് കണ്ടിട്ടില്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് ഉണ്ടാണ്. അത് എയർ ബബിൾസ്. അയ്യാ മൊത്തം പോയി. തിരിച്ചിടാം നമുക്ക്. ആയോ? മറിഞ്ഞ വേറെ മാത്രമേ അല്ലേ എന്റെ ദൈവമേ, ഈ പ്രാവശ്യം ശരിയാണേ.
തെറിച്ച് പ്ലേറ്റ് വീഴുവോ? അമ്മ എനിക്ക് പേടിയോ. തെറിച്ച് പ്ലേറ്റ് വീഴുവോ? റെഡി. 1 2 3 സ്റ്റാർട്ട്. ചത്തേ. ഓഫ് ചെയ്തേക്കെ. ഓക്കെ. സെറ്റായി. നമ്മുടെ മുട്ട കൂട്ടൻ ഉണ്ടാക്കിയ മുട്ടയാണ്. എന്റെ മുട്ട ശരിയായി. അല്ലേലും മുട്ട ഉണ്ടാക്കാൻ അറിയാടാ. ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇത്. അവിടെ വലിയ സാമാനം ഉണ്ട്. സാമാനം അന്ന കുട്ടിക്ക് കിട്ടേക്കെ. എത്തുകൊണ്ട് ക്ലാസ്സിൽ എക്സാം ഇടുമ്പോഴേക്കും കിട്ടാറുള്ളതല്ലേ? അപ്പൊ എനിക്ക് മുട്ട എനിക്ക് കേട്ടോ. കൊച്ചു നല്ലോണം പഠിക്കുന്ന കൊച്ചാട്ടോ. അങ്ങനെയൊക്കെ പറയാതെ ഇല്ലേ എത്തിക്കൂട്ട. എന്നാലും നാളെ എന്റെ ഉച്ച ദിവസം എന്നാലും പരീക്ഷയല്ലേ? അതെ. അപ്പൊ എല്ലാരും അറിയില്ലോ അല്ലേ? ചോറ് ഇന്ന പണിയുണ്ട്. ഇങ്ങനെ വിളമ്പില്ല പൊട്ടി. ഇതിന്റെ വേണ്ടിയിട്ടാണ്. ഇതെന്നാന്നറിയാമോ? മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കറിയാണ്. ഇതാണോ അത്? നേരത്തെ മോനാണെന്നോ? കുഴപ്പമില്ല. മീൻകറി മീൻ്റെ ചാറ് ഇഷ്ടമല്ലേ എഫിക്കുട്ടന്? അതിന്റെ കൂടെ ഞാൻ മീൻ കഴിക്കാറില്ല, പക്ഷെ മീൻ്റെ ചാറും ഇതെടുത്തോണ്ട് വരാം. സ്പൂണില്ലേ? ചാറെവിടെ? ചാറെടുക്കാൻ സ്പൂൺ എവിടെ? സ്പൂണില്ല, വീട്ടിൽ സ്പൂണില്ല. എഫിക്കുട്ടൻ ചാറ് തപ്പി എടുക്കുന്നു. മീനെ വരക്കില്ല, എനിക്കൊന്നും ഇഷ്ടമില്ലടോ. മത്തിക്കറിയുടെ ചാറ്. ഈ ഉണ്ട് കഴിഞ്ഞിട്ട് പ്ലേറ്റും കാണിക്കും കേട്ടോ എഫിക്കുട്ട. വേണ്ട. അപ്പം പിന്നെ നല്ല വൃത്തിയായിട്ട് ഇന്ന് ഉണ്ടണം. മൊത്തം ചോറും ഉണ്ടണം. മതി, ഒത്തിരി ആയിരിക്കും. ഞാൻ അറിയാതെ കുറെ ചോറ്. അടുത്ത ബീട്രൂട്ട് തോരൻ എടുക്കണം. പിന്നെ മുട്ട എടുക്കണം. ഇത് നമ്മുടെ പെറ്റാണ്. പട്ടിണി കിടക്കുന്ന പെറ്റാണോ? പെട്ടയൊന്നുമല്ല, അമ്മ എപ്പോഴും കൊടുക്കാറില്ല. ശരി. ബീട്രൂട്ട് തോരൻ ഇതിന്റെ മേളിൽ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിക്കണ ഇത് കളയല്ലേ? കളയത്തില്ല. കൈ കഴിയായിരുന്നോ? ഇല്ല. എന്റെ മുട്ട. ഓക്കെ. മാങ്ങ ചമ്മന്തി ഉണ്ട്, വേണോ? മാങ്ങ ചമ്മന്തി വേണ്ട. ഇന്ന് ഇട്ടീച്ച് കാണിക്കണത്. ഉണ്ട്. എവിടെയൊക്കെ പോയി നടന്നു കൈ വീഴുന്നു. അമ്മ എഫിക്കുട്ടനും കൂടെ ഉറങ്ങാൻ പോവാ. വളർത്തുന്ന പൂച്ചയല്ല, ഞങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന പൂച്ചയാണ്. എഫിക്കുട്ടൻ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാ എഫിക്കുട്ട പേര്? അത് ഞാൻ പറയണ്ടേ? പറയല്ല, പെമ്പൂച്ചയാണ്. പക്ഷെ ആമ്പൂച്ചയുടെ പേരാ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതില് 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലേ എഫിക്കുട്ട? എന്നാ പറ്റി എന്നിട്ട്? കാണുന്നില്ല. ചത്തുപോയെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങള് ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പം എല്ലാവരും സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.